സാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യുവതലമുറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എം സ്വരാജ്. എം സ്വരാജിന് പാർട്ടി ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാർട്ടി യോഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം, പാർട്ടി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തു പറ്റിയെന്നാണ് ഞാനും ആലോചിക്കുന്നത്. സ്വരാജ് എന്ന് പറയുന്നത് അച്യുതാനന്ദൻ്റെ തലയിൽ അടിക്കാൻ വേണ്ടി പാർട്ടി ഉപയോഗിച്ച ഒരു ഉപകരണമാണ്. ഒന്നുമല്ല, അഫാൻ ഉപയോഗിച്ച പോലെ ഒരു ചുറ്റിക. VS അച്യുതാനന്ദൻ പറയുന്ന ജീവിച്ചിരിക്കുന്ന സഖാവിൻ്റെ തലയടിച്ചു പൊട്ടിക്കാൻ ഉപയോഗിക്കപ്പെട്ട ഒന്നാണ്. മറ്റൊരാളാണ് സ്വരാജ് അല്ലാത്ത മറ്റൊരു രാജ്, ജയരാജ്. ഒതുക്കി കൈ കൊടുത്തു. എവിടെയെന്ന് കൂടവും കീടവും തമ്മിലടിക്കുമ്പോൾ എന്ന് പറഞ്ഞ കിടിലൻ പ്രസംഗമാണ് നിയമസഭയിൽ പ്രസംഗിച്ചതിൻ്റെ മാറ്റൊലി ഇന്ന് നിയമസഭയുടെ ആ നടുത്തളത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. പി ജയരാജന്. നിങ്ങളിന്ന് എവിടെ? 100 വയസ്സ് കഴിയുന്ന VS ഇന്നും മൗനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മൗനം പലപ്പോഴും വാചാലമായിരുന്നു. അപ്പം നിത്യവാചാലമായിട്ടുള്ള മൗനത്തിലാണ് VS ഇന്ന്. ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങൾ ആ ഏജൊന്നും ആയിട്ടില്ലല്ലോ. അതിനു മുമ്പ് പോയില്ലേ ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഭാവി കേരളത്തിൻ്റെ ധീരനായകനും ക്യാപ്റ്റനും ഒക്കെ ആകാൻ വേണ്ടി മോഹിച്ച PJ ആർമിയെ കൊണ്ട് ഈ സിനിമാ നടന്മാർ ഫാൻസ് ക്ലബ്ബുകൾ ഉണ്ടാക്കുന്നത് പോലെ നടന്ന നാണം കെട്ട് പോയില്ലേ നിങ്ങൾ ഖാദി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിട്ട്? ഖാദിയും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണ്? എന്നിട്ട് ആ വേഷത്തിൽ ആ കാറിൽ കയറിക്കൊണ്ട് നിങ്ങൾ കുറ്റവാളികളെ ജയിലിലിട്ടടുത്ത് സാന്ത്വനം കൊടുക്കാൻ പോയി. നാണം കെട്ടു. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലല്ലോ ജയരാജാനി. PJ ആർമി എവിടെ? നിങ്ങളുടെ PJ ആർമി എന്ന് തീർന്നു. നിങ്ങളുടെ എന്താ പറയുന്നത്, ബലൂണിൽ നിന്ന് കാറ്റ് പോയതുപോലെ തീർന്നു കഴിഞ്ഞു. പിന്നെ വേറൊരാൾ അച്യുതാനന്ദൻ്റെ തലക്കിട്ടടിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട ചുറ്റിക, അതാണ് എം സ്വരാജ്. തൃപ്പൂണിത്തറയിൽ നിന്ന് അത്ഭുതം മന്ത്രിയായിരുന്ന ബാബുവിനെ തോൽപ്പിച്ച യുവകേസരി ഇപ്പോൾ ശക്തമായിട്ടുള്ള വാണിംഗ് കൊടുത്ത്, നാണം കെടുത്തുന്ന രീതിയിലുള്ള വാണിംഗ് കൊടുത്തിരിക്കുക. ഇതൊക്കെ പറയും പാർട്ടിയാണ് ഞങ്ങളുടെ അമ്മുമ്മ എന്നൊക്കെ പറയും. നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു താക്കീത് തന്നെയാണ്. അല്ലെങ്കിൽ ഞങ്ങളിതറിയില്ലല്ലോ. നിങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം ആഭ്യന്തര രഹസ്യങ്ങളല്ലേ, പുറത്തറിയാറില്ലല്ലോ. പുറത്തറിയുന്ന കള്ളമാണെന്ന് പറയും. പരസ്യമായിട്ട് ശാസന ചെയ്തിരിക്കുക. നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി അതോടൊപ്പം തന്നെ നമ്മുടെ മുഹമ്മദ് റിയാസ് വന്നതിന് ശേഷം ഇദ്ദേഹം പാർട്ടിയിൽ ഒരു ഒതുക്കപ്പെടുന്നതായിട്ട് പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു തോന്നലില്ലേ? തീർച്ചയായിട്ടും വരുമല്ലോ. റിയാസ് വന്നതോടുകൂടിയല്ലേ ഈ ജയരാജനൊക്കെ ഒതുങ്ങിയത്. ജയരാജന് ഒരു പക്ഷേ അടുത്ത മുഖ്യമന്ത്രിയാവാൻ ചാൻസ് ഉള്ള ആളാ. ഓരോന്നായിട്ട് വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം സ്വന്തം മകനെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അവിടെ ഉദ്ധവ് താക്കറെയും ഒക്കെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആക്കാൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാക്കാൻ എന്നാണ് ഉള്ള അർത്ഥത്തിലാണ്. ഇത് ഗാന്ധി കുടുംബം അതുപോലെ തന്നെ മക്കളെയാണ്. ഇവിടെ അങ്ങനെയല്ല, മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ്. മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനേക്കാളിലൊക്കെ ഉയരത്തിൽ റിയാസ് നിൽക്കാൻ വേണ്ടിയിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിട്ടുള്ള കാര്യമാണല്ലോ. സം ആർ ഈക്വൽ, ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്ന് പറഞ്ഞ ജോർജ് ഓർവീലിയൻ ആ സിദ്ധാന്തമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ജയരാജനായിരുന്നു ഒരു ഭീഷണി, ഒഴിവായി. അടുത്ത ഭീഷണി സ്വരാജായിരുന്നു, ഒഴിവാക്കി. പിന്നെ ഇനി ആരായിരിക്കുന്നത്? പിന്നീട് P രാജീവുണ്ട്. P രാജീവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് യെച്ചൂരി കൊണ്ടുവന്ന ആളാണ് P രാജീവ്. അല്ലെങ്കിൽ P രാജീവ് MLA പോലും ആവത്തില്ല. മനസ്സിലായി? അദ്ദേഹം എതിർപ്പനായിരുന്നു. PK ഗുരുദാസനെയൊക്കെ ഒതുക്കിയതുപോലെ, G സുധാകരനെ ഒതുക്കിയതുപോലെ പിണറായിയോടൊരു നേരിയ അനുഭാവമെങ്കിലും ഉണ്ടെങ്കിൽ ഒതുക്കപ്പെട്ട എത്രയോ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കളിൽ ഒരാളായനെയും ഇദ്ദേഹം P രാജീവ് എന്ന മുഖ്യമന്ത്രി. അപ്പം വിവരമൊക്കെയുള്ള യുവ നേതാവാണ്. ഒരു ചാൻസുള്ള അദ്ദേഹത്തിനാണ്. പക്ഷേ അദ്ദേഹത്തിനെ യെച്ചൂരിയുടെ സ്വാധീനം കൊണ്ടാണ് അദ്ദേഹം മന്ത്രിസഭയിൽ എടുക്കാനിടയായത്. മനസ്സിലായി? പുഷ്പം പോലൊരു നിമിഷം കൊണ്ട് ഈ പൊയ്ക്കോളൂ. നോക്കൂ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്വരാജ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഇദ്ദേഹത്തിൻ്റെ ആയിരിക്കും. ഒരു MP രാജേഷിനെ ആൾറെഡി ഒതുക്കി കഴിഞ്ഞു. വലിയൊരു സാധ്യതയുള്ളൂ. ഒതുക്കി കഴിഞ്ഞു MJ സ്വരാജ്. അപ്പോൾ ഇനി ആരാ ചോദ്യം ചെയ്യാനുള്ളത്? ഒരു കാലത്ത് വലിയ ചർച്ച ഉണ്ടായിരുന്നു. പാലക്കാട് തുടർച്ചയായി തന്നെ MP സ്ഥാനം ലഭിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് ഭാവി മുഖ്യമന്ത്രി MP രാജേഷ് ആകുമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. കമ്മിറ്റി പോലും ഇല്ല. മുഴുവണ്ണതിനെ തട്ടി നിരപ്പാക്കി, തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കി. വെട്ടി നിരത്തൽ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ മതത്തിലുള്ള തന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാന എതിരാളിയായ ഷംസീർ ഇപ്പോൾ സ്പീക്കറായിരിക്കുന്നു. അല്ല, ഈ സംസ്ഥാന സമ്മേളനത്തിൽ യാതൊരു വിധമുള്ള വിമതശല്യവും ഉണ്ടായില്ല.
യാതൊരു വിഘടനവാദവും ഉണ്ടായില്ലെന്നൊക്കെയാണ് പത്രങ്ങൾ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയാണ് ശരിയായിട്ടുള്ള വിരുദ്ധ പ്രവർത്തനവും വെട്ടിനിർത്തലും നടന്നിരിക്കുന്നത്. സ്പഷ്ടമാണത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. എന്നിട്ട് ഈ മുഹമ്മദ് റിയാസ് പോയിരിക്കുന്നു. അപ്പോൾ ഇനി പാർട്ടിയുടെ പരിപാടി അതായിരിക്കുമോ? ഈ സ്വരാജ് പാർട്ടിയിൽ ശ്രദ്ധിക്കുന്നില്ല, കൂടുതൽ ശ്രദ്ധിക്കണമെന്നല്ല പറഞ്ഞ് അദ്ദേഹത്തെ ഒരു ശല്യക്കാരനാക്കി മാറ്റി പുറത്താക്കാനുള്ള നടപടി എടുക്കാനുള്ള ഒരു തന്ത്രമായിരിക്കുമോ? അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിരിക്കും ഇത്. കാരണം ഇവർ ചിലപ്പോൾ റിയാസ് വന്നാൽ കലഹിക്കാൻ സാധ്യതയുള്ള ഓരോരുത്തരായിട്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെയാണ് PV അൻവർ അങ്ങനെയാണ് പോയിരിക്കുന്നത്. PV അൻവർ പോയി കഴിഞ്ഞു. അതിൻ്റെ കൂടെ പോകാൻ വേണ്ടി 1-2 പേര് കച്ച കെട്ടി ഇറങ്ങിയാലും വെള്ളം കണ്ടപ്പോൾ തണുപ്പ് കൊണ്ട് തണുക്കുന്നു എന്നും പറഞ്ഞ് തിരിച്ചിങ്ങനെ പോകുന്നു. പിന്നെ ആകെ മുങ്ങിയാൽ കുളിരില്ലെന്ന് പറയുന്ന പോലെ ഇപ്പോൾ PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ കയറുന്ന ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ പോകുന്നു. അപ്പോൾ ഭീഷണികളെല്ലാം ഓരോന്നായിട്ട് വെട്ടി നിർത്തി പ്രൂവ് ചെയ്താണ് വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത്. ചിട്ടയോടുകൂടി തന്നെ അച്യുതാനന്ദനെ ഒതുക്കിയതുപോലെ തന്നെ ഇവരെ എല്ലാം ഒതുക്കി കഴിഞ്ഞു. ഇനി ഒന്നുമില്ല ബാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ രാജീവുണ്ട്, ഈ P രാജീവ് മാത്രം ഇനിയുണ്ട്. അതൊരു ചോദ്യചിഹ്നമാണ്. ഇനി എന്താണ്, ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ, വളരെ മന്ത്രിയാണ്, ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന നല്ല വിവരമുള്ള ആളാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് ഒതുക്കുക എന്ന് എനിക്കൊരു പിടി. നമ്മളൊരു സ്വരാജിനെതിരെ ഇങ്ങനൊരു സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പ്രതികരിക്കുമെന്ന് നമ്മൾ എന്തെങ്കിലും വിചാരിച്ചതാണോ? യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള, ഭൗതികമായി അറിവുള്ളതായി ജനങ്ങൾക്ക് ധാരണയുള്ള ഒരു മനുഷ്യനാണ്. മനുഷ്യൻ മാത്രമല്ല, ഇദ്ദേഹം സിന്ധു ജോയി ഇരുന്ന സമയത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതാപകാലമെന്ന് പറയുന്നത്. അറിയാം, സിന്ധു ജോയി ഇദ്ദേഹവും കൂടി ആയിരുന്നു പ്രതാപകാലം. CPM-ൻ്റെ SFയുടെ ഒക്കെ പ്രതാപകാലം. ഇന്ന് ആ സിന്ധു ജോയി ഇവിടെ ആ പാർട്ടിയിൽ തന്നെ ഇല്ല. സിന്ധു ജോയിയുടെ ഈ ആട് കടന്നെടുത്തൊരു രോമം പോലും ഇല്ലെന്ന് പറയുന്ന പോലെ. ഈ സ്വരാജ് അതുപോലെ തൃപ്പൂണിത്തറയാണ് മത്സരിച്ചതെങ്കിലും അദ്ദേഹം നല്ല വാക്ചാതുര്യമുള്ള മത്സരമാണ്. പന്തളം കുളനടക്കാരനാണ്, സ്വദേശം പന്തളമാണ്. അത് പലർക്കും അറിയില്ല. അദ്ദേഹം എറണാകുളത്തുകാരനോ മറ്റോ ആണെന്ന് വിചാരിച്ചിരിക്കുക. അല്ല, അദ്ദേഹം പന്തളം കുളനടയ്ക്കടുത്തുള്ള ഒരു ആളാണ്. എന്തായാലും ഈ പാർട്ടിയിൽ വന്നതിനെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് പശ്ചാത്തപിക്കുകയായിരിക്കും. പുറത്തെൻ്റെ പാർട്ടി എൻ്റെ അമ്മയാണെന്ന് ഇവരെല്ലാം പറയും. അതെ, പത്മകുമാർ പറഞ്ഞു കേട്ടു, പാർട്ടി എൻ്റെ അമ്മയാണ്, പാർട്ടി തരുന്ന നടപടികളെല്ലാം ഞാൻ സ്വീകരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ഇതൊക്കെ പറയും. എവിടെ കമ്മ്യൂണിസം? ഇതിന് ഒരു മുതലാളിത്ത പാർട്ടി, മുതലാളിത്ത ചങ്ങാത്ത പാർട്ടിയാണ്. അത് നയരേഖ അവതരിപ്പിച്ച് മാറിയിട്ടുണ്ടല്ലോ, നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അവർ തന്നെ മാറ്റം അംഗീകരിക്കുന്നു. അതെ, നയരേഖയിൽ വന്നിരിക്കുന്ന പുതിയൊരു കാര്യം പറഞ്ഞോ, ഇനി അതും കൂടെ പറഞ്ഞുകൊണ്ട് അത് പരാമർശിച്ചുകൊണ്ട് അതുകൂടെ പറയാം. നയരേഖയിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഫാഷിസ്റ്റ് അല്ല BJP, ക്ലീൻ സർട്ടിഫിക്കറ്റ്, ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുക BJPക്ക്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, കോൺഗ്രസുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് കൊണ്ട് ബംഗാളിൽ ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന്. ഇവരിപ്പോൾ എങ്ങോട്ടായി പോകുന്നത്? ഇനി BJPയുമായിട്ട് സഖ്യം ഉണ്ടാക്കി പ്രയോജനം ഉണ്ടോ എന്ന് നോക്കാം. അതിലേക്കാണ് ഇപ്പോൾ പോകുന്നത് നയരേഖ. മധുര കോൺഗ്രസ് വെച്ച് അതും പൂർത്തിയാകും. പതുക്കെ ഇത് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കത്തില്ല, പക്ഷെ പതുക്കെ ഈ നയരേഖ അനുസരിച്ച് അങ്ങോട്ട് ഈ കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും ഇത് നോക്കൂ, ഇതെങ്ങനെയാണ് ഈ ചാഞ്ചാടി പോയതെന്ന് നോക്കൂ. കോൺഗ്രസുമായിട്ട് CPM സഖ്യം ഉണ്ടാക്കുമെന്ന് 1970-കളിൽ ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ല. കാരണം അന്ന് പറഞ്ഞിരുന്ന CPI എന്ന് പറയുന്ന വൃത്തികെട്ട പാർട്ടി കോൺഗ്രസിൻ്റെ വാലിൽ തൂങ്ങി നടക്കുകയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, അങ്ങനെയാണ് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നികൃഷ്ട ജീവി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത്. പിന്നെ ആ CPI ആയിട്ട് സഖ്യം കൂടി. CPI ആയിട്ട് നയം തിരുത്തി, അയ്യോ വല്യേട്ടൻ പറയുന്നതാണല്ലോ ശരി, ചേട്ടാ പൊറുക്കണേന്നും പറഞ്ഞ് പട്ടീൻ്റെ കോൺഗ്രസ് വെച്ച് അങ്ങനെ തീരുമാനമെടുത്ത് PKV മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മുണ്ടും മടക്കി കുത്തി ഒരു പെട്ടിയും പിടിച്ചുകൊണ്ട് ബസ്സിൽ കയറി അദ്ദേഹം പെരുമ്പാവൂരിന് പോയി. ഇത് ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പോയി, അങ്ങനെ ത്യാഗം അനുഷ്ഠിച്ച് വന്നപ്പോൾ ഇന്ന് ചവിട്ടും തൊഴിയും കൊണ്ട് ഇപ്പോൾ അതിൻ്റെ തൊഴുത്തി കിടന്ന് ചവിട്ട് കൊണ്ടിരിക്കും കിടക്കുകയാണ് ബിനോയ് വിശ്വം. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ശരീരഭാഷ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതിന് വരാൻ പോകുന്നത് നോക്കൂ, BJPയുമായിട്ട് ചെറിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ, അടവ് നയം എന്നുള്ള നിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സഖ്യമാവും, സഖ്യം പിന്നെ ധാരണയാവും, ധാരണ പിന്നെ ഐക്യമായിട്ട് അങ്ങ് മാറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തെ, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണുകൂടി അവിടെ അടിക്കപ്പെടുകയാണ്. എന്താ പറയുന്നത്, ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത് അദാനിയെ പോഴ്ത്തിയത് കണ്ടോ? അപ്പോൾ വേറൊരു രസം, ഈ അദാനിക്കെതിരെ 300 കോടിയുടെ അഴിമതി ഉണ്ടെന്നും പറഞ്ഞ് പ്രക്ഷോഭം നയിച്ച് ഉമ്മൻചാണ്ടിയെ ഈ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരുന്നതിന് തടയാൻ ശ്രമിച്ചത് ആരാണ്? തടയാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെ സുരേഷ് ബാബു എന്ന് പറയുന്ന AS സുരേഷ് ബാബു, തിരുവനന്തപുരത്തുകാരൻ തന്നെയായിട്ടുള്ള പൂജപ്പുര സ്വദേശി, അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായി അദ്ദേഹമാണ് വളരെ സത്യസന്ധമായ രീതിയിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും അനുവദിക്കാതെ കൊണ്ടുവന്നത്.
അതിലേക്ക് തൻ്റെ പാർട്ടിയുടെ ആൾക്കാരെ നിയമിക്കണമെന്ന് പറഞ്ഞു. അത് നടക്കാത്തതിൻ്റെ പേരിലാണ് ആദ്യം മുതൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടും വളരെ സുതാര്യമായിട്ടും നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഇവർ പാർട്ടിയെ അനുകൂലിക്കും, പാർട്ടി പറയുന്ന എല്ലാം കേൾക്കുന്നവർ ജയകുമാറിനെ MD ആക്കിക്കൊണ്ടു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ സുരേഷ് ബാബു ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. വളരെ പ്രയാസമുള്ള കാര്യം, അതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും കാര്യം, ഭൂമിയെടുപ്പിൻ്റെയൊക്കെയാണ് പ്രയാസപ്പെട്ട കാര്യങ്ങൾ, അത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്നിട്ട് ഇവർ മെയിൻ അടിക്കാൻ ഞങ്ങളുടെ നേട്ടമാണ് അദാനിയുടെ നേട്ടം ഞങ്ങളുടെ നേട്ടം എന്നും പറഞ്ഞാൽ ഇപ്പോൾ അവർ സ്വയം അഭിനന്ദിക്കുക. അത് എതിർത്തതിൻ്റെയൊക്കെ കാര്യം ജനങ്ങളങ്ങ് മറന്നുപോയി. ഇവർക്ക് ഓർമ്മക്കുറവുള്ള ആൾക്കാരാണെന്നാണ് MV ഗോവിന്ദൻ വിചാരിച്ചിരിക്കുന്നത്. ഇതല്ലേ ചങ്ങാത്ത മുതലാൾ അതുപോലെ തന്നെയാണല്ലോ വിദേശ സർവകലാശാലകൾ വരുന്നത്. പുഷ്പനെ അറിയുമോ? അത് ഇപ്പോൾ അത് അമ്പലത്തിൽ കൊണ്ടുപോയി പാടുകയാണ്. മെമിക്രി ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല, പറ്റിയ പാട്ടാ അല്ലേ? എന്ത് കഷ്ടം CPM. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുക നല്ലത്. കോമഡിയായിട്ടാണ് ഇനിയിപ്പോൾ ചർച്ച ചെയ്യുക. ഈ പണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചരിത്രം ആവർത്തിക്കുന്നു, രണ്ടാമത്തെ തവണ അത് പ്രഹസനമായി തീരും. ആ പ്രഹസനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.